മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ പുതിയ ദിവസവേതന വർധനവിന് ശേഷം ഏറ്റവും കൂടുതൽ ദിവസക്കൂലിയുള്ള സംസ്ഥാനം ഏതാണെന്നറിയാമോ? അത് ഹരിയാനയാണ്. അവിടെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഒരു തൊഴിൽ ദിനത്തിൽ കിട്ടുന്നത് 400 രൂപയാണ്. ഹരിയാനയിൽ 400 രൂപയാണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഗോവയാണ്. ഗോവയിൽ തൊഴിലുറപ്പ് കൂലി 378 രൂപയായി വർദ്ധിച്ചിരിക്കുന്നു. കേരളം തൊഴിലുറപ്പ് കൂലിയുടെ കാര്യത്തിൽ 3-ാം സ്ഥാനത്താണുള്ളത്. കേരളത്തിൽ പുതിയ വർധനവിന് ശേഷം 369 രൂപയാണ് തൊഴിലാളിക്ക് ദിവസവേതനമായി ലഭിക്കുക. നിലവിൽ 346 രൂപയാണ് നൽകുന്നത്. വേതന വർധനവിന് ശേഷം പഞ്ചാബിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 346 രൂപ ലഭിക്കുമ്പോൾ തമിഴ്നാട് തൊട്ടു പുറകിലുണ്ട്. 336 രൂപയാണ് ഇനി മുതൽ തമിഴ്നാട്ടിലെ തൊഴിലുറപ്പ് കൂലി. മഹാരാഷ്ട്രയിലെ തൊഴിലാളികൾക്കാകട്ടെ 312 രൂപയാണ് ലഭിക്കുക. ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും 307 രൂപയാണ് വേതനം. രാജസ്ഥാനിൽ 281 രൂപയും മേഘാലയയിൽ 272 രൂപയും മധ്യപ്രദേശിൽ 261 രൂപയും പശ്ചിമ ബംഗാളിൽ 260 രൂപയും ബീഹാറിലും ജാർഖണ്ഡിലും 255 രൂപയുമാണ് ഏപ്രിൽ മാസം മുതൽ തൊഴിലുറപ്പ് വേതനം ലഭിക്കുക. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ദിവസവേതനം കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചതിന് ശേഷമുള്ള കണക്കാണ് ഈ പറഞ്ഞത്. ഈ വേതന വർധന ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ ഉത്തരവിൽ പറയുന്നത്.